ഇപ്പം ചില ആളുകൾ പറയാറുണ്ട്, ഇപ്പം ഞങ്ങളിപ്പോൾ മറ്റ് ചാനലൊന്നും കാണാറില്ല, അസംബ്ലി ചാനലാണ് കാണാൻ ഇഷ്ടം. നേരത്തെ ആണെങ്കിൽ ആരും അസംബ്ലി ചാനൽ കാണാൻ ആരും കേൾക്കില്ല. ഇപ്പം അസംബ്ലി ചാനലിന് ഭയങ്കര വ്യൂവർഷിപ്പാണ്, പ്രത്യേകിച്ചും സതീശൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം. സതീശൻ ചോദിച്ച വളരെ കൃത്യമായ ചോദ്യം, നിങ്ങൾ എന്തിന് PM-ശ്രീ ഒപ്പിട്ടു, നിങ്ങൾ എന്തിനാ ഒപ്പിട്ടത്? അവസാനം പിണറായിക്ക് പറയേണ്ടി വന്നു 1000 കോടി രൂപ കിട്ടാണ്ട്, അതുകൊണ്ട് ഒപ്പിട്ടത്. മറ്റേ വളരെ പ്രസിദ്ധമായ പഴയ കഥയുണ്ടല്ലോ, 29 ബാറിൽ നിന്ന് 800 ബാറാക്കിയിട്ട് ഔട്ട്ലെറ്റ് കൂട്ടി, സമയം കൂട്ടി, അപ്പം അതിനൊന്നും ഒരു കാശ് മേടിച്ചിട്ടില്ല എന്നാണ് പറയണമെങ്കിൽ അതിനെത്ര കിട്ടിയെന്ന് കൂടി പറഞ്ഞിട്ട് ഇത് പറഞ്ഞാൽ പോരെ. ഇത് വിറ്റ് തുടങ്ങിയിട്ടില്ലല്ലോ. ബക്കാർഡി എപ്പോഴാണ് കേരളത്തിൽ വന്നത്? ബക്കാർഡി MV ഗോവിന്ദൻ എക്സൈസ് മിനിസ്റ്റർ ആയിരിക്കുമ്പോഴാണ് ബക്കാർഡി ആദ്യം വരുന്നത്. അതിന് പ്രപ്പോസൽ ഇട്ടു, ആ പ്രപ്പോസൽ പെൻഡിങ് വെച്ചേക്കുക, ഇല്ല എന്ന് പറഞ്ഞ് ബക്കാർഡിക്ക് മറുപടി എഴുതിയിട്ടില്ല. വീര്യം കുറഞ്ഞ മദ്യം വിൽപ്പന നടത്തുന്നതുമായി ബന്ധപ്പെട്ട് അതിന് നികുതി നിശ്ചയിക്കുമായി അതുമായി ബന്ധപ്പെട്ട് കുറച്ച് വിവാദങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടുണ്ടായിട്ടുണ്ട്. അതിനകത്ത് ആദ്യം VD സതീശൻ ചെയ്തത് തെറ്റാണ് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിലെ നേതാക്കൾ തന്നെ മുന്നിട്ട് വന്നു, VM സുധീരനും KC വേണുഗോപാലൊക്കെ. പക്ഷേ അതിന് മറുപടിയായിട്ട് VD സതീശൻ നിയമസഭയിൽ പറഞ്ഞ ആ പ്രസംഗത്തോടു കൂടി എല്ലാം മാറി മറിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ VD സതീശൻ കൃത്യമായിട്ടുള്ള ഉത്തരം കൊടുത്തു, അതോടുകൂടി VD സതീശൻ ഇതിൽ നിന്നൊക്കെ കൈ കഴുകി എന്നുള്ള അവസ്ഥയായിട്ടുണ്ടോ? ഒരുമാതിരി ആയിട്ടുണ്ട്. ഈ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഇപ്പോൾ അസംബ്ലി നമ്മൾ കാണുമ്പോൾ ഇപ്പോൾ ചില ആളുകൾ പറയാറുണ്ട്, ഇപ്പം ഞങ്ങളിപ്പോൾ മറ്റ് ചാനലൊന്നും കാണാറില്ല, അസംബ്ലി ചാനലാണ് കാണാൻ ഇഷ്ടം. നേരത്തെ ആണെങ്കിൽ ആരും അസംബ്ലി ചാനൽ കാണാൻ ആരും കേൾക്കില്ല. ഇപ്പം അസംബ്ലി ചാനലിന് ഭയങ്കര വ്യൂവർഷിപ്പാണ്, പ്രത്യേകിച്ചും സതീശൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം. കാരണം അതിൽ ഒന്ന് വസ്തുനിഷ്ഠമായി വളരെ കൃത്യമായി സംവാദാത്മകമായി സംസാരിക്കുന്നുണ്ട്. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് എന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കില്ല. മിക്കവാറും പുള്ളിയോടുള്ള ചോദ്യത്തിന് പോലും ആഭ്യന്തര വകുപ്പിന്റെ മറുപടി പോലും പുള്ളി പറയാറില്ല, MP രാജേഷിനെ കൊണ്ടോ അല്ലെങ്കിൽ ആരെ കൊണ്ടെങ്കിലും പറയിക്കുകയായി. സതീശന് ഇപ്പം അങ്ങനെയല്ല. സതീശൻ അദ്ദേഹത്തിന്റെ വകുപ്പിന്റെ മറുപടി മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് മറുപടിയും പറയുന്നുണ്ട്. അതിലെ ഒരു കാര്യം എന്താ വെച്ചാൽ, അതിപ്പോൾ എല്ലാവരും സമ്മതിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ആർഗ്യുമെന്റേറ്റീവ് എന്നർത്ഥത്തിൽ സംവാദത്തിൽ സതീശനെ തോൽപ്പിക്കുക എളുപ്പമല്ല. ഒന്ന്, സതീശന് ഭാഷയുണ്ട്, സതീശന് ബേസിക് ആയിട്ടുള്ള അറിവുകളുണ്ട്, നല്ല മെമ്മറി ഉണ്ട്, നന്നായി പഠിച്ചിട്ടുണ്ട്. ഇത് സതീശൻ്റെ ഒരു പ്രത്യേകതയാണ്. സതീശൻ്റെ എതിരാളികൾക്ക് പോലും സമ്മതിക്കേണ്ടി വരും. അങ്ങനെ പിണറായി പറഞ്ഞ മറുപടിയിൽ നിന്ന് പിണറായി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ കൊടുക്കുന്ന മറുപടി, സതീശൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ കൊടുക്കുന്ന മറുപടി മാത്രമല്ല, പിണറായി അപ്പുറത്ത്, പിണറായി വിജയൻ അവിടെ പ്രതിപക്ഷ നേതാവായിട്ട് ഓപ്പോസിറ്റ് ഇരിക്കുകയും കൂടിയാണ്. അപ്പോൾ ആ വ്യത്യാസം വളരെ പ്രകടമാണ്. ഇപ്പം മദ്യനയം മാത്രമല്ല, മദ്യനയത്തിലേക്ക് നമുക്ക് അവസാനം വരും. ഇപ്പോൾ PM-ശ്രീ വന്നു, വലിയ തോതിൽ ബഹളം. PM-ശ്രീക്കെതിരെ ASF സമരം നടത്തുന്നു, ചളിവെള്ളം കൊണ്ടുവരുന്നു, ആ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നു. പക്ഷേ സതീശൻ ചോദിച്ച വളരെ കൃത്യമായ ചോദ്യം, നിങ്ങൾ എന്തിന് PM-ശ്രീ ഒപ്പിട്ടു, നിങ്ങൾ എന്തിനാ ഒപ്പിട്ടത്? അവസാനം പിണറായിക്ക് പറയേണ്ടി വന്നു 1000 കോടി രൂപ കിട്ടാണ്ട്, അതുകൊണ്ട് ഒപ്പിട്ടതാണ്. എങ്കിൽ പോലും മന്ത്രിസഭ അറിയിച്ചില്ല. അങ്ങനെ കുറച്ച് പൈസ കിട്ടാൻ വേണ്ടി അവിടെ പോയി ഒപ്പിട്ടു. അപ്പോൾ ഇത് കാളിയനാണെന്നും ഇത് വിഷമാണെന്നും സർപ്പമാണെന്നും സംഘപരിവാർ കാവ്യവൽക്കരണമാണെന്നും സ്വകാര്യവൽക്കരണമാണെന്നും ഒക്കെ പ്രസംഗിച്ച ആളുകൾ പോയി ഒപ്പിട്ടു എന്ന് മാത്രമല്ല, പിറ്റേ ദിവസം ദേശാഭിമാനിയിൽ വലിയ തോതിൽ കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഇത് ഉയർത്തും, നിലവാരം ഉയർത്തും PM-ശ്രീ എന്ന് ശിവൻകുട്ടി എഴുതുകയും ചെയ്യുന്നു. 2 ദിവസം മുമ്പ് ചിന്തയിൽ ശിവൻകുട്ടി ഇതിൻ്റെ കാളകൂട സർപ്പമാണ്, ഇതാകെ വിഷം പരത്തും എന്ന് എഴുതിയ ആളാണ്. അപ്പം ഈ വൈരുദ്ധ്യം വളരെ കൃത്യമായി തുറന്നു കാട്ടാൻ പറ്റി. രണ്ടാമത് ചോദിച്ചൊരു ചോദ്യം, നിങ്ങളിത് വേണ്ട എന്ന് പറഞ്ഞ് എഴുതിയോ, ഞങ്ങളിത് ഉപേക്ഷിക്കുകയാണെന്ന് പറഞ്ഞ് എഴുതിയോ? ഇല്ല. നിങ്ങൾ എന്താ ചെയ്തത്? മരവിപ്പിക്കല്ലേ, കെപ്റ്റൻ അബയൻസ്. ഞങ്ങളൊരു കമ്മിറ്റി കൂടിയിട്ടുണ്ട്, ഒരു ക്യാബിനറ്റ് സബ് കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സബ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരുന്നവരെ ഇതിന്റെ പ്രവർത്തനം തുടരരുത്. അപ്പോൾ ക്യാബിനറ്റ് സബ് കമ്മിറ്റി ഉണ്ടാക്കിയത് നമ്മൾ പത്രത്തിൽ വായിച്ചു. അവരെന്തെങ്കിലും റിപ്പോർട്ട് കണ്ടെത്തിയോ? നവംബറിൽ കൊടുത്തിട്ട് മെയ്യിൽ ഒഴിയുന്നത് വരെ ഒരു സ്ഥലത്ത് പോലും ഒരു മറുപടി പോലും അതിനയച്ചില്ല. ഇപ്പം ഞങ്ങളൊരു കാര്യം, ഇതൊരു കരാറാണ്, നിങ്ങളോട് ഞാൻ പറയുകയാണ്, ഇത്ര ദിവസത്തിനകത്ത് ഞാൻ അതിന് മറുപടി പറയാം, എനിക്ക് ഒന്നുകൂടി ആലോചിക്കാറുണ്ട് ചില കാര്യങ്ങൾ, ശരി അതുവരെ നടപ്പാക്കണ്ട. പക്ഷെ ആലോചിക്കേണ്ടതുകൊണ്ട് ഇയാൾ മറുപടി പറയണ്ടേ. പിണറായി വിജയന്റെ സർക്കാർ പോകുന്നത് വരെ ഈ ക്യാബിനറ്റ് സബ് കമ്മിറ്റി ഉണ്ടാക്കിയതോ ഒന്നും ചെയ്തിട്ടില്ല. സതീശൻ ചോദിച്ച ചോദ്യം, ഞങ്ങൾ എന്താ ചെയ്തത്? നിങ്ങൾ സബ് കമ്മിറ്റി ഉണ്ടാക്കുന്ന പറഞ്ഞ് കത്തെഴുതി, ഞങ്ങൾ സബ് കമ്മിറ്റി ഉണ്ടാക്കി, ആ സബ് കമ്മിറ്റി ചർച്ച ചെയ്യാണ്, ഗവൺമെന്റ് തുടർച്ചയാണ് എന്ന് പറയാം വേണമെങ്കിൽ. ആ പറഞ്ഞ മറുപടിക്ക് നമ്മൾ കൊടുക്കണ്ടേ? ഇപ്പം നമ്മൾ ഒരാളെ കടം മേടിച്ചാൽ അല്ലെങ്കിൽ ഒരു കരാർ ഒപ്പിട്ടാൽ ആ കരാറ് റദ്ദായി പോകണില്ലല്ലോ. അത് റദ്ദാക്കി എന്നാണ് ഇവർ ആദ്യം പറഞ്ഞത്. ഒരു ലെറ്റർ ഈ കരാർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട്
കേരളം കൊടുത്ത് തരാമോ എന്നാണ് സതീശൻ ചോദിച്ചത്. ഒരു ലെറ്റർ ഇല്ല, ഒരു ലെറ്റർ അയച്ചിട്ടില്ല. സബ് കമ്മിറ്റി രൂപീകരിച്ചോ എന്ന് മറുപടിയെന്നോ കൊടുത്തിട്ടില്ല. സതീശൻ പറഞ്ഞു ഞങ്ങൾ വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞു സബ് കമ്മിറ്റി രൂപീകരിക്കണം. ഞങ്ങളുടെ സബ് കമ്മിറ്റി രൂപീകരിച്ചു. ആ സബ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരട്ടെ. അതിനകത്ത് നിങ്ങൾ ചളിവെള്ളത്തിൻ്റെ സമരം ചെയ്തിട്ട് എന്താ കാര്യം? നിങ്ങൾ 6 മാസം വെച്ചുകൊണ്ടിരുന്ന ഒരു സാധനമല്ലേ? നിങ്ങൾ 6 മാസം ഒന്നും ചെയ്യാതെ വെച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കാൻ പറ്റില്ലല്ലോ ഒരു ഗവൺമെൻറ്റിന്. നിങ്ങളൊരു കത്ത് കൊടുത്ത് ഞങ്ങളിത് ചെയ്യാം, സബ് കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ട് ചെയ്യാം. അവിടെയും റദ്ദാക്കേണ്ടി വരും എന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ല. അതെന്താ പറയേണ്ടതെന്ന് ഞങ്ങൾ ആലോചിക്കും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഏതെങ്കിലും തരത്തിൽ ആ കരാറുമായി മുമ്പോട്ട് പോകണമെങ്കിൽ ഞങ്ങൾ ചില വ്യവസ്ഥ വയ്ക്കും. ആ വ്യവസ്ഥ അനുകൂലിക്കുകയും കരാർ മതി, അല്ലെങ്കിൽ വേണ്ട. സിലബസ് സംബന്ധിച്ച്, സ്കൂൾ സംബന്ധിച്ച്, നടത്തിപ്പ് സംബന്ധിച്ച് അതിന് ആശങ്കകളുണ്ട്. ആശങ്കകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ വന്നിട്ട് ആകെ 1 മാസമല്ലേ ആയിട്ടുള്ളൂ. മറ്റൊരു 6 മാസം ഇത് അട്ടത്ത് വെച്ചിരുന്ന ആളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഓരോ വിഷയത്തിൽ, ഇപ്പം മദ്യത്തിൻ്റെ വിഷയത്തിൽ UDF-ൽ തന്നെ തർക്കം വന്നു. തീർച്ചയായിട്ടും VM സുധീരനെ പോലെ വളരെ കൃത്യമായി നിലപാടുള്ള ഒരാൾക്ക് അത് പറയാൻ അധികാരമുണ്ട്. ബാക്കി നേതാക്കന്മാരെക്കാളൊക്കെ സുധീരന് അതിൽ ലോക്കൽ സ്റ്റാൻഡിയുണ്ട്. കാരണം സുധീരൻ എന്നും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്തും സുധീരൻ KPC പ്രസിഡന്റ് എന്ന നിലയ്ക്ക് നടത്തിയ ഒരു ഇടപെടലാണ് ബാറൊക്കെ ഇല്ലാണ്ടായതുമായി ബന്ധപ്പെട്ടുള്ളത്. ഇദ്ദേഹം ചോദിച്ച ചോദ്യം വളരെ ലളിതം. ഈ വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിൽക്കണമെന്ന് പറഞ്ഞത് എപ്പോഴാണ്? ഉദയഭാനു കമ്മീഷൻ ആരാ നിയമിച്ചത്? പണ്ട് നിയമിച്ചത്. ഉദയഭാനു കമ്മീഷന്റെ റിപ്പോർട്ട് കോട്ട് ചെയ്തുകൊണ്ട് LDF സർക്കാർ ഇറക്കിയ മദ്യനയമുണ്ട്. ആ മദ്യനയത്തിൽ എന്താണ്? കൃത്യമായും ഇത് വീര്യം കുറഞ്ഞ മദ്യം 0.5 മുതൽ 20 വരെയുള്ള മദ്യം വിൽക്കാം എന്ന് എഴുതാൻ മാത്രമല്ല, അത് എഴുതിയാൽ പോരാ, ചട്ടം ഉണ്ടാക്കണം. ചട്ടം ഉണ്ടാക്കി അതിന് നികുതി പറഞ്ഞിട്ടില്ല, അത്രേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഇത് വിൽക്കുന്നതിന് ഇവർക്ക് വിരോധമില്ല. ആകെയുള്ള പ്രശ്നം എന്താ? ഇതിന് നികുതി കുറച്ചതാണ്. ഈ നികുതി മുമ്പുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് 251% എന്ന് പറഞ്ഞതിന് എന്താ ലോക്കൽ സ്റ്റാൻഡിയുള്ളത്? എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ 251%? ഇല്ലല്ലോ, ഇല്ല. നിങ്ങൾ 251 പറഞ്ഞ് ഞങ്ങൾ 120 ആക്കണമെങ്കിൽ സമ്മതിച്ചു. ഇതിനെന്തായിരുന്നു നികുതി പറഞ്ഞിട്ടില്ല. ചട്ടം ഉണ്ടാക്കിയപ്പോഴും നികുതി പറഞ്ഞിട്ടില്ല. അപ്പം 251 ആവാം. അപ്പം സതീശൻ ചോദിച്ച ചോദ്യമുണ്ട്. വൈനും ബിയറും 100, 80, 100, 90 അതിൻ്റെ ഇടയിലുള്ള ശതമാനമാണ്. 40% കൂടുതലുള്ളത് ശരിയാണ്, 251%. അപ്പം ഇതിനിടയിലുള്ളതോ? ഇതിനിടയിലല്ലേ ഇത് വരണ്ടേ? വൈന് കുറയ്ക്കാന്നുണ്ടെങ്കിൽ, വൈനും ബിയറിനും കുറയ്ക്കാന്നുണ്ടെങ്കിൽ മറ്റേന് ഇതിനിടയിലല്ലേ വരണ്ടേ? ഞങ്ങളുടെ ഇടയിലൊരു നികുതി നിശ്ചയിച്ചു. ഇനി അത് 251 അങ്ങനെയാണല്ലോ രാജേഷിന്റെ കണക്ക്. 251 വാങ്ങിയാൽ ഇത്ര രൂപ നഷ്ടമുണ്ട്, 600 കോടി രൂപ സർക്കാരിന് നഷ്ടമുണ്ട്. 600 കോടി രൂപ എന്ന് തീരുമാനിക്കണമെങ്കിൽ 250 നിങ്ങൾ പ്രഖ്യാപിച്ചിരിക്കണം. നിങ്ങൾ പ്രഖ്യാപിച്ച ഒരു മദ്യത്തിന് ഞങ്ങൾ വില കുറച്ചു, ശരിയാണ്, നികുതി കുറച്ചു. നിങ്ങൾ പ്രഖ്യാപിച്ചിട്ടില്ല. മാത്രമല്ല ഇത് സ്ലാബിൽ വരുമ്പോൾ ഇത് ഇടയിൽ വരുന്നൊരു ഇതാണ്. ഇനി മൂന്നാമത്തെ വിഷയം, മദ്യവ്യാപനത്തിന് ഇത് സഹായിക്കും എന്ന രൂപത്തിലാണ്. ഇത് കാരണം ടെട്രാ പാക്ക് കിട്ടും, കുട്ടികളൊക്കെ മേടിച്ച് കുടിക്കും എന്നൊക്കെയാണ് വാദം. അങ്ങനെയാണ് നികുതി കൂട്ടിയാൽ വ്യത്യാസം വരും. നികുതി കൂട്ടിയാൽ വ്യത്യാസം വരില്ലല്ലോ. സുധീരൻ്റെ നിലപാട് അതിൽ ശരിയാ. ഇത് പാടില്ല എന്നാ സുധീരൻ്റെ നിലപാട്. ആ നിലപാട് LDF-നില്ല. സുധീരൻ പറയുന്ന നിലപാട് LDF-നില്ല. സുധീരൻ പറഞ്ഞെന്താ? ഈ മദ്യം വിൽക്കാൻ പാടില്ല. നേരെ മറിച്ച് LDF പറയുന്നത് എന്താ? 251% 251% സതീശൻ വില നിശ്ചയിച്ചിരുന്നെങ്കിൽ LDF എന്ത് പറയുമായിരുന്നു ഈ കാര്യത്തിൽ? നികുതി കൂട്ടിയെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ലല്ലോ. 250% നികുതിക്ക് വെച്ച അതെ അതിൽ കൂടുതൽ ഇല്ലല്ലോ. ഇവിടെ 250% നികുതി വെച്ചാൽ വീര്യം കുറഞ്ഞതിനും കൂടുതൽ നികുതി മേടിക്കുന്നു പറയാം. അതും വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ മദ്യവ്യാപനം എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഒന്ന്, മദ്യവ്യാപനത്തിന് അവരാണ് തീരുമാനിച്ചത്. ടെട്രാ പാക്ക് അടക്കമുള്ള റെഡി ടു ഡ്രിങ്ക് മദ്യം വിൽക്കണമെന്ന് തീരുമാനിച്ച് ചട്ടമുണ്ടാക്കിയത് ആര്? LDF. ഇനി മറ്റേ വളരെ പ്രസിദ്ധമായ പഴയ കഥയുണ്ടല്ലോ, 29 ബാറിൽ നിന്ന് 800 ബാറാക്കിയിട്ട് ഔട്ട്ലെറ്റ് കൂട്ടി, സമയം കൂട്ടി. അതിനൊന്നും ഒരു കാശ് മേടിച്ചിട്ടില്ല എന്നാണ് പറയണമെങ്കിൽ അതിനെത്ര കിട്ടിയെന്ന് കൂടി പറഞ്ഞിട്ട് ഇത് പറഞ്ഞാൽ പോരെ. ഇത് വിറ്റ് തുടങ്ങിയിട്ടില്ലല്ലോ, മറ്റത് വിറ്റ് തുടങ്ങിയല്ലോ. കേരളത്തിൽ ഇത്രയും ബാറുകൾ വ്യാപിപ്പിച്ചതും മറ്റേ പല സ്ഥലത്തും ഓപ്പണിംഗ്, വേറെ ക്ലബ്ബ് അതുപോലെയുള്ള സ്ഥലങ്ങളിൽ ഓപ്പണിംഗ് കൊടുത്തതും, സമയം രാത്രി 12 മണി വരെ 3 മണി വരെ
ചില സ്ഥലത്ത് കൊടുക്കാം, ടൂറിസ്റ്റ് കേന്ദ്രം എന്ന് പറഞ്ഞാൽ 3 മണി വരെ കൊടുക്കാം എന്നാക്കിയതും ആരാണ്? അപ്പം അത് മദ്യവ്യാപനത്തിന് ഗുണമല്ല, മദ്യവ്യാപനത്തിന് സഹായിക്കില്ല. ഇത് ടെട്രാപാക്ക് വരുമ്പോഴാണ് ഇവിടെ മദ്യം ആകെ വ്യാപിക്കുക, അതോ മറ്റേ മദ്യം വരുമ്പോഴും? എത്ര വൈൻ ബിയർ പാർലറുകളുണ്ട്? ഇതിനേക്കാൾ കുറഞ്ഞ നികുതിക്ക് ബിയർ മേടിച്ച് വെച്ചൂടെ? അങ്ങനെ കഴിക്കാമല്ലോ. ഇപ്പം ബിയർ മദ്യമല്ലേ. അപ്പം മദ്യവ്യാപനത്തിന് സതീശൻ സഹായിച്ചു എന്ന് പറഞ്ഞാൽ 4ാമത്തെ വാദം വന്നത് ബക്കാർഡി ആവശ്യപ്പെട്ടു, അതുകൊണ്ട് കൊടുത്തു. ബക്കാർഡി എപ്പോഴാണ് കേരളത്തിൽ വന്നത്? ബക്കാർഡി MV ഗോവിന്ദൻ എക്സൈസ് മിനിസ്റ്റർ ആയിരിക്കുമ്പോഴാണ് ബക്കാർഡി ആദ്യം വരുന്നത്. അതിന് പ്രപ്പോസൽ ഇട്ടു. ആ പ്രപ്പോസൽ പെൻഡിങ് വെച്ചേക്കുക. ഇല്ല എന്ന് പറഞ്ഞ് ബക്കാർഡിക്ക് മറുപടി എഴുതിയിട്ടില്ല, നിങ്ങൾ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടില്ല. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ശരി, അവസാന സതീശൻ പറഞ്ഞെന്താ? ഞങ്ങളുടെ നിലപാടെന്താ? എക്സൈസ് മന്ത്രി പറഞ്ഞു, ലിജു പറഞ്ഞു, ഞങ്ങളുടെ മദ്യനയം തീരുമാനിച്ചിട്ടില്ല. മദ്യനയം തീരുമാനിച്ചിട്ടല്ലേ വരുള്ളൂ. ഇപ്പം LDFന്റെ മദ്യനയത്തിൽ വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാം എന്നുണ്ട്. ഞങ്ങളുടെ മദ്യനയം വരുമ്പോൾ വീര്യം കുറഞ്ഞ മദ്യം വിൽക്കണ്ട തീരുമാനിച്ചാൽ ഈ നികുതിക്ക് എന്താ അർത്ഥമുള്ളത്? ഒരർത്ഥമില്ലല്ലോ. അപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ, ഒരു ബഹളമുണ്ടാക്കി പുകയുണ്ടാക്കുക. ഈ പുകയാണ് PM ശ്രീയിൽ ഉണ്ടാക്കാൻ നോക്കിയത്, ഇതിലുണ്ടാക്കാൻ നോക്കിയത്. നിരവധി പുകയുണ്ടാക്കി. പക്ഷേ സതീശനെ സംബന്ധിച്ചിടത്തോളം സതീശൻ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മറുപടി പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇനി മറുപടി പറയേണ്ടതുണ്ട്. UDFൽ സതീശൻ മറുപടി പറയണം. UDFന്റെ മദ്യനയം രൂപീകരിക്കുമ്പോൾ ഒരു പക്ഷേ സതീശൻ ഇത് കൊടുക്കാമെന്നാവും, വേറെ ആൾക്ക് ഇത് കൊടുക്കണ്ടെന്നാവും. UDF തീരുമാനിക്കും ഏതാ മദ്യനയം. ഇത് കൊടുക്കണ്ട, ഇത് വേണ്ടെന്ന് പറഞ്ഞാൽ അതേ സതീശൻ പറഞ്ഞ ഔട്ട്റൈറ്റ് ആയിട്ട് പറഞ്ഞ് വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിൽക്കണ്ട എന്ന് UDF തീരുമാനിച്ചാൽ ഇതിനെന്താ അർത്ഥമുള്ളത്? പക്ഷെ നിങ്ങളുണ്ടാക്കിയ ചട്ടം വിളക്കും. ഇത് പിൻവലിക്കാം, പക്ഷെ ചട്ടം ഇവിടെ നിൽക്കും. അവിടെയല്ലേ പ്രശ്നം. LDF ഉണ്ടാക്കിയ ചട്ടം, ഇത് വിൽക്കാനുള്ള ചട്ടം നിലനിൽക്കും. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവർക്ക് മറുപടിയില്ല. ഞാൻ പറഞ്ഞ സതീശൻ വേണമെങ്കിൽ, ഞാനത് മുമ്പും പറഞ്ഞിട്ടുണ്ട്, UDFനോട് ഒരു കൺകറൻസ് എടുത്തതിന് ശേഷം ഇതിന് നികുതി ഏർപ്പെടുത്താമോ എന്ന് എടുക്കായിരുന്നു, കുറച്ചുകൂടി നല്ലത്. പക്ഷെ ബഡ്ജറ്റ് നികുതി പുറത്തുവിടാൻ പാടില്ല എന്നാണ് ബഡ്ജറ്റിൻ്റെ റൂള്. അത് ബാലഗോപാലൻ പറഞ്ഞു, അത് ശരിയാണ്. MP രാജേഷും പറഞ്ഞു. കാരണം ബഡ്ജറ്റ് എത്ര ടാക്സ് എടുക്കും എന്നുള്ളത് സഹമന്ത്രിമാരോട് പോലും പറയാൻ പാടില്ല, ഉദ്യോഗസ്ഥന്മാർ പോലും കാണില്ല നികുതി ഘടന. അത് അസംബ്ലിയിൽ മന്ത്രിമാരറിയുന്നത് ഇത് PM ശ്രീ ഒപ്പിട്ട പോലെയല്ല, അത് ബഡ്ജറ്റിൻ്റെ റൂളാണത്. PM ശ്രീ ഒപ്പിട്ടത് മന്ത്രിമാരറിയാതെ ക്യാബിനറ്റിൽ പോലും നുണ പറഞ്ഞിട്ടാണ്. ഇതല്ല, ക്യാബിനറ്റിൽ പറയേണ്ട കാര്യമേ ഇല്ല. കൂടി വന്നാൽ മുഖ്യമന്ത്രിയെ കാണിക്കണം. മുഖ്യമന്ത്രി ധനകാര്യമന്ത്രി തന്നെയാണ്, അപ്പോൾ പിന്നെ വേറെ ആരും കാണിക്കേണ്ട കാര്യമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ UDFനെ സംബന്ധിച്ചിടത്തോളം അവരെന്തെങ്കിലും തെറ്റ് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. LDF ചെയ്ത തെറ്റിൻ്റെ തുടർച്ച ചെയ്യാൻ ശ്രമിച്ചു എന്ന് വേണമെങ്കിൽ വാദിക്കാം. അത് PM ശ്രീയുടെ കാര്യത്തിലായാലും മദ്യനയത്തിൻ്റെ കാര്യത്തിലായാലും 2 കാര്യത്തിലും അത് തന്നെ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇനി ഇതിൽ ഡിഫൻസ് ഒന്നുമില്ല. ബഹളം ഉണ്ടാക്കാം, ബക്കാർഡി എന്നൊക്കെ പറയാം. അതിൽ പക്ഷെ തകരാറ് പറ്റിയത് എന്താണെന്ന് വെച്ചാൽ, ഇവർ കഴിഞ്ഞ കുറച്ച് കാലമായി, പ്രത്യേകിച്ച് ഒരു 6-7 മാസമായി സതീശനെതിരായി ഇവർ കൊണ്ടുവരുന്ന സാധനങ്ങൾ ഏതാണ്ടൊക്കെ പൊളിഞ്ഞു പോകും, ഫ്ലോപ്പ് ആവും. സതീശൻ നൊണേഷൻ എന്ന് പറഞ്ഞ് ഇവർ എന്ത് ക്യാമ്പയിൻ നടത്തി, എന്നിട്ട് ഇലക്ഷൻ റിസൾട്ട് എന്താ വന്നേ? എത്ര മാസം ഒരു ക്യാമ്പയിൻ നടത്തി, നൊണേഷൻ 1, നൊണേഷൻ 2. ഇപ്പോൾ നാട്ടുകാർക്ക് മനസ്സിലായി ആരാ നുണ പറയണേ. സതീശൻ്റെ ക്ലാരിറ്റി ഉള്ള സംഭാഷണം കഴിയുന്നതോടുകൂടി വന്നു. ഞാൻ എൻ്റെ അടുത്ത് പല ഇടതുപക്ഷ സുഹൃത്തുക്കളും പറഞ്ഞു, ഇയാൾ ക്ലാരിറ്റി ഉള്ള ആൾ, തെറ്റ് ചെയ്യാതിരിക്കാം, പക്ഷെ അയാൾ പറയുന്നതിൽ ക്ലാരിറ്റി ഉണ്ട്. സതീശൻ്റെ പ്രസംഗത്തിലൊരു പ്രധാന കാര്യം നമ്മൾ ശ്രദ്ധിച്ചത്, അതായത് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ നടത്തിയ ഒരു പ്രസംഗത്തിലും സതീശൻ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നത് കൂടാതെ, ഈ നരസിംഹം സിനിമയിൽ മമ്മൂട്ടി ഡയലോഗ് പറയുന്നുണ്ട്. അതായത് വാദിച്ച് കഴിഞ്ഞിട്ട് കോടതിയിൽ വാദിക്കുന്നു, വാദിച്ച് കുറേ എല്ലാം വ്യക്തമായി പറഞ്ഞ ശേഷം ലാസ്റ്റ് ഒരു ഇംഗ്ലീഷ് ഡയലോഗുകളുണ്ട്. അതുപോലെയായിരുന്നു സതീശന്റെ ഒരു പ്രസംഗം. ലാസ്റ്റ് കുറച്ച് ഇംഗ്ലീഷ് ഡയലോഗ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട്. അത് മാത്രമല്ല, ഇവര് പറഞ്ഞു കരിമണൽ സ്വകാര്യവൽക്കരിക്കുന്നു. സതീശൻ ചോദിച്ചു, ഒരു വരി ഇതിനകത്ത് കരിമണൽ സ്വകാര്യവൽക്കരിക്കുന്നുണ്ടോ? ഒരു വരി നിങ്ങൾക്ക് എങ്ങനെ വ്യാഖ്യാനിച്ചാലും. ആകെ പറയുന്നത് കോറിഡോറിൻ്റെ കാര്യമാണ്. കോറിഡോർ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ്. അത് 2 കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളും കോൾ ഇന്ത്യ ലിമിറ്റഡും NFDCയും കേരളത്തിലെ KMML കെൽട്രോണും ഇവർ ചേർന്ന് ഉണ്ടാക്കുന്ന ഒരു പ്രോജക്റ്റാണ്. ഇതിലെവിടെ സ്വകാര്യവൽക്കരണം വരണേന്ന് ചോദിച്ചു. ഏതെങ്കിലും ഇതുണ്ടോ? ഇനി കരിമണൽ വിറ്റ കണക്ക് പറയുകയാണെങ്കിൽ അതാണ് സതീശ് അവസാനം പറഞ്ഞ് എന്നെ കൊണ്ട് പറയിക്കരുത്.
മാസപ്പടി കേസിൽ ഇപ്പോഴും നിൽക്കുന്നത് കരിമണൽ ഈ കർത്താവിന് കൊടുക്കാൻ വേണ്ടിയാണ് മാസപ്പടി കൊടുത്തതെന്നാണ്. ശരിക്കും ഉത്തരം പോലും ഇല്ലാതെ ഉത്തരം പോലും ഇല്ല. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇപ്പൊ കൊടുത്തത് ഇതൊക്കെ തിരിച്ചടിക്കും. പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ക്യാപ്സ്യൂളിൽ ഇറക്കാനുള്ള കുറേ സാധനങ്ങൾ കിട്ടുന്നല്ലാതെ ആ ക്യാപ്സ്യൂളുകളൊന്നും നിൽക്കുന്നുമില്ല. ഇപ്പൊ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ അറിയാം, സോഷ്യൽ മീഡിയയിൽ CPM-ന്റെ ആളുകൾ എന്തെങ്കിലും എഴുതിയാൽ പണ്ട് സതീശൻ എഴുതുമ്പോൾ CPM-കാർ ഒന്ന് ആക്രമിക്കൂലേ, അതിനേക്കാൾ വലിയ ആക്രമണമാണ് വരുന്നത്. അത് കുറേ CPM-കാർ തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം പാർട്ടി എത്ര നശിപ്പിച്ച ആൾ എന്നിറങ്ങി പോടൂ എന്ന് പറയുന്ന രൂപത്തിൽ. മാത്രമല്ല പിണറായി വിജയൻ പറഞ്ഞല്ലോ, എന്നെയും ഗോവിന്ദനെയും ഒന്നും മാറ്റാൻ അങ്ങനെ ഇവിടെ ആരും വന്നിട്ടില്ല, ആരും ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പൊ കേൾക്കുമ്പോൾ നാട്ടുകാർക്ക് ഈ ആവശ്യപ്പെട്ടവർക്ക് തെറി വരും. കാരണം അവരാവശ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിലെ പാർട്ടിയിൽ വലിയൊരു വിഭാഗം ആളുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് സതീശനും മറ്റേ ഗോവിന്ദനും പിണറായി വിജയനും മാറണം. അത് മാറില്ല. മാറാൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അവർക്ക് തെറി വരും. കാരണം അവർക്ക് ദേഷ്യം വരില്ലേ? അതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ കാണുന്നത്. CPM-ന് പിടിച്ചു നിൽക്കണമെങ്കിൽ ഈ ഗിമ്മിക്സ് ഒന്നും പോരാ. അവരുടെ പാർട്ടിയുടെ തന്നെ അടിത്തറ ബലപ്പെടുത്തി പോയാലേ പറ്റൂ. അല്ലെങ്കിൽ വലിയ ദുരന്തത്തിലേക്കാണ് CPM.